മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അക്കാഫിന്റെ ഈ പൊന്നോണ കാഴ്ച 2023. യെസ്, അക്കാഫ് അസോസിയേഷന് ഇത്തവണത്തെ ഓണം ഗംഭീരമാണ്. നമ്മൾക്കറിയാം UAE കാണുന്ന ഏത് ഓണാഘോഷത്തെയും വെല്ലുന്നൊരു ഓണാഘോഷമാണ് എല്ലാ വർഷവും അക്കാഫ് കാഴ്ചവെക്കുന്നത്. ഇത്തവണത്തെ അക്കാഫ് പൊന്നോണ കാഴ്ച 25ാം വാർഷികത്തോടനുബന്ധിച്ചായതുകൊണ്ട് തന്നെ ഗംഭീരമാണ്. മുൻ വർഷങ്ങളെക്കാട്ടിലുമൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ല കൈയടി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. വെസ്റ്റ് സോൺ ഗ്രൂപ്പ് പ്രസൻസ് തനിഷ്ക് UAE അക്കാഫ് പൊന്നാണ കാഴ്ച 2023യുടെ ഒഫീഷ്യൽ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒഫീഷ്യൽസിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലെറ്റ് മീ പ്ലീസ് വെൽക്കം ശ്രീ പോൾ ടി ജോസഫ്, പ്രസിഡന്റ് അക്കാഫ് അസോസിയേഷൻ, ഓൺ ടു ദ സ്റ്റേജ്. Shri Deepu AS, Secretary, Akaf Association, please. Mr. Venkit Mohan, Vice President, Akaf Association. General Convener Bindu Nair, Devasam Board College, Assam Kota. Joint General Conveners Sahadeva Panikar, BIM College, Turtikada. Shakil Ahmad, Sir Syed College, Taliparamba. Subin Mohan, College of Engineering, Trivandrum. Unnikrishnan, St. Aloysius College, Thrissur. Jitin Aravindakshan, SN College, Shivagiri, Varkala.
We would also request Mr. Sanu Matthew, Board of Director member, onto the stage. Mr. Rafiq Ahmed, Board of Director member. Mr. Shine Chandran, Board of Director member. Machingal Radhakrishnan, Board of Director member. Mr. Christopher Verghese, ex-Vice President. Mr. Deepulal, Assistant Director. Also, we would like to welcome Mr. Harvey, representing Tanishq, who is the title sponsor of the event. Mr. Harvey, please. Mr. Buhari bin Abdul Qadir, please, onto the stage. ഇനി നമ്മുടെ നിലവിളക്ക് തെളിയിച്ച് നല്ല ചിന്തകളോടുകൂടി നമ്മൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ ഇനോഗ്രൽ സെറമണിയിലേക്കാണ് പോകുന്നത്. I request all of you to please rise. West Zone Group presents Tanishq UAE Akaf Pononakazha 2023 ഒഫീഷ്യൽ ലാമ്പ് ലൈറ്റിംഗ് കഴിഞ്ഞു. പ്ലീസ് ബി സീറ്റഡ്. ഒരുപാട് പ്രയത്നത്തിന് ശേഷമാണല്ലോ നമ്മൾ ഇന്ന് ഇത്രയും ഒരു ഗംഭീര ചടങ്ങിന്റെ തുടക്കം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് വിവിധങ്ങളായ ഓരോ തവണയും വിവിധ തരങ്ങളായ മത്സരങ്ങളാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വേദിയുടെ പല ഭാഗങ്ങളിലായി അവർ കൂട്ടായ്മയോടുകൂടെ നിന്ന് ആലോചിക്കുകയാണ് എങ്ങനെ ഇതിൽ വിൻ ചെയ്യാമെന്ന്. മലയാളിക്ക് നിങ്ങൾ എവിടെ കൂടുന്നുവോ അവിടെ എല്ലാം ഓണമാണ്. ഈ ഓണത്തെയാണ് അക്കാഫ് ഈ വേദിയിലേക്ക് ഈ ഒരു സമയത്തേക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ആഘോഷിക്കാം അക്കാഫിൻ്റെ ഈ പൊന്നോണക്കാഴ്ച 2023. അക്കാഫിൻ്റെ പൊന്നോണക്കാഴ്ചയിൽ 2023 എന്ന രംഗപൂജ അവതരിപ്പിക്കുന്നത് ഒരു ഗണപതി സ്തുതിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു കൂട്ടം നർത്തകിമാരാണ്. കേരളത്തിൻ്റെ തനതായ കലാരൂപവുമായി മോഹിനിയാട്ടം. And this Ganapati Stuti and Mohiniyattam is an item performed in the beginning to salute the stage and gives greater prominence for Nritya. And this item consists of stylish rhythmic syllables in tune with raga, and the dancers with pure dance patterns dances appropriate to it. And Lord Ganesha is known to be the remover of all obstacles, and therefore his name is generally recited before undertaking any task or at the beginning of any event or joyous occasion, which expressed very beautifully here. ഇവിടെ ഇവർ ഈ രംഗപൂജയ്ക്ക് ഗംഭീരനാട്ട രാഗത്തിൽ ഗണ്ഡചാപ്പ താളത്തിലാണ് നിങ്ങൾക്ക് മുന്നിൽ രംഗപൂജ അവതരിപ്പിക്കുന്നത്. വേദിയിൽ അനുരാധ മണി, ആശ ജ്യോതി, ദീപിക ഭട്ട്, ജിനി സ്റ്റീഫൻ, കവിത രാജേഷ്, നീലിമ നാരായണൻ, പൂർജിത പ്രദീപ്, പാരിജാത പ്രദീപ്, രഞ്ജിഷ രാജൻ and Shalini Ranjit. Let's welcome them onto the stage.
तजं जं तद्धीं तजं जं तद्धीं तजं जं तद्धीं तजं जं तद्धीं तां तकिटतां धनतां धनततां जोणुतां जोणुततां धिमितां धिमिततां हरितद्धीं धन धन जोणु 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 देमि देमि तजं जं तद्धीं तजं जं तद्धीं तां तकिटतां धनततां जोणुतां जोणुततां धिमितां धिमिततां तदितद्धिं धन धन जोणु 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 देमि देमि तजं जं तद्धीं तजं जं तद्धीं तां तकिटतां धनतां धनततां जोणुतां जोणुततां धिमितां धिमिततां हरितद्धिं धन धन जोणु 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 देमि देमि तरितरितकणतां धन धन तजोणुतां जोणु जोणु तधिमितां धिमि धिमि तधिमितां 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 तकधिं तकण तजोणु तदिमि तदित धन तजोणु तदिमि तद्धिं किणतुं तकतद्धिं किणतुं तकधितु तदिं किणतुं श्रीविघ्नराजं भजे तदित गणत जोणुत धिमित तद्धिं किणतुं तकतद्धिं किणतुं तकधितु तदिं किणतुं श्रीविघ्नराजं भजे भजे तदित गणत जोणुत धिमित तद्धिं किणतुं तकतद्धिं किणतुं तकधितु तदिं किणतुं श्रीविघ्नराजं भजे 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 श्रीविघ्नराजं भजे श्रीविघ्नराजं भजे श्रीविघ्नराजं भजे श्रीविघ्नराजं भजेतं 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 श्रीविघ्नराजं भजे
वन्दितुल्जरमुखम् अन्धकान्तकसुतं शिवशङ्करिसुतं तमिह श्रीविघ्नराजं भजे सेवितसुरेन्द्र महनीय गुणशीलं जपतपसमाधि सुख वरदानुकूलं सेवितसुरेन्द्र महनीय गुणशीलं जपतपसमाधि सुख वरदानुकूलं भाविद सुरमुनिगणभक्तपरिपालं भयङ्कर विशङ्क मादगगुणशीलं भाविद सुरमुनिगणभक्तपरिपालं भयङ्कर विशङ्क मादगगुणशीलो श्रीविघ्नराजं भजे श्रीविघ्नराजं भजेहं 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 श्रीविघ्नराजं भजे कनककेयूर हारावली गलित गम्भीर गौडगिरि शोभं सुशोभं कनककेयूर हारावली गलित गम्भीर गौडगिरि शोभं सुशोभं कामादि भयभरिद मूढमद कलिकलुष घण्टिदमघन्त प्रदाभं प्रदाभं कनकसुगनारद पतञ्जलि पराशर मदङ्ग मुनिसङ्ग सल्लाभं सल्लाभं सत्यपरमब्जनयन प्रमुखमुक्तितर तत्त्वमसि नित्य निगमादिस्वरूपो श्रीविघ्नराजं भजे श्रीविघ्नराजं भजेहं 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 श्रीविघ्नराजं भजे 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 തീർച്ചയായിട്ടും ഏതൊരു പ്രോഗ്രാമിൻ്റെയും തുടക്കം ഇതുപോലൊരു പൂജയോടെ രംഗപൂജയോടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷത്തിനും അതിരുകളില്ല എന്ന് പറയാറുണ്ട്. പൊന്നോണ കാഴ്ചയുമായി അക്കാഫ് ഇവിടെ 2023 നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തുടങ്ങിയതും അത്തരത്തിലുള്ള ഒരു രംഗപൂജയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കാഫ് അസോസിയേഷൻ്റെ നല്ലൊരു എഫേർട്ട് ഉണ്ട്. ഒപ്പം അത് പിന്നാലെ സപ്പോർട്ടായി ഫ്യൂവലായി നിന്ന് നമ്മുടെ സ്പോൺസേഴ്സ് ഇല്ലേ? സ്പോൺസേഴ്സിന്റെ പേര് അതെ തീർച്ചയായിട്ടും West Zone Group presents Tanishq UAE Akaf Ponana Kalsha 2023 powered by Arifa Group and our official travel partner ITL World of
ITL World, Indigo Airlines. Associate sponsors Fatima Healthcare Group and FMC Network UAE MC LLC. Dubai Duty Free, CSS Group. CMF Group of Companies. കയ്യടി കൊടുക്കാട്ടോ. സ്പോൺസേഴ്സ് ആണ്, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്നേഹം കൊടുക്കുന്നത് എങ്ങനെയാ? കയ്യടി കൊണ്ടാണ്. Co-sponsored by HSBC Bank ME, 3S Lighting Solutions. Norca Roots, Supporting sponsors Kioxia, Kioxia Lifeline Healthcare Group, Bin Dasmal Group, University of West London, Pinnacle Interiors, Nikon Middle East, Crosby, Export United Marine Services LLC, Aries Marine Group, Pit Shop, Gagash Insurance, Apollo Travels, Isa Saleh Pro Shop, London American City College, Serve Edge, Hive Cakes. ഒപ്പം നിറയെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇത് നല്ല കയ്യടി നമുക്ക് ഉടനീളം തരുമ്പോൾ സുഖമാണ് കേട്ടോ. മീഡിയ പാർട്ട്ണർ UAE NTV, റേഡിയോ പാർട്ട്ണർ ക്ലബ് FM, അതർ മീഡിയ പാർട്ട്നേഴ്സ് മാതൃഭൂമി, മാതൃഭൂമി ന്യൂസ്, മാതൃഭൂമി.com. then digital partners Infosec Solutions, creative partner Creative Club, ഹൈഡ്രേഷൻ പാർട്ട്ണർ റൊമാന വാട്ടർ. print partner Skill Hand Advertising, സപ്പോർട്ടിംഗ് സ്പോൺസർ ഗുരുവായൂർ റിസോർട്ട്. and F&B partner Tarawad Restaurant. ഗംഭീരമായ ഓണസദ്യയൊക്കെ ഉണ്ട്. അടുത്തതായി പെർഫോമിംഗ് പാർട്ട്നേഴ്സ് ലാസ്യകല. Production partner Lensman Telenet FZ LLC. ഫ്ലവർ പാർട്ട്ണർ ജെനി ഫ്ലവേഴ്സ്. നല്ല പൂക്കളൊക്കെ ഇവിടെ ജെനി ഫ്ലവേഴ്സിന്റെ ആണ് എത്തിയിട്ടുള്ളത്. അക്കാഫ് പൊന്നോണക്കാഴ്ച 2023 സാരഥികളായി നയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഓരോ ഈവൻറ്റും ഇവിടെ അരങ്ങേറുന്ന ഓരോ ഈവൻറ്റും അല്ലെങ്കിൽ ആ ഈവൻറ്റ് സമ്മാനിക്കുന്ന ഓരോ സെക്കൻഡും അത് നിങ്ങളുടെ മാത്രമാണ്. ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ വരവേൽക്കാം പൊന്നോണ കാഴ്ചയെ. അക്കാഫ് 2023 പൊന്നോണ കാഴ്ച. യെസ്, അപ്പോൾ നമ്മൾ മലയാളികൾ ഇവിടെ UAE എത്തുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തെ അവിടെ ഉള്ളവരെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നതാണ്. അപ്പൊ നല്ല മലയാളി മംഗമാരും പുരുഷ കേസരിമാരും ഒക്കെ ഇവിടെ ഉള്ളവരിൽ നിന്ന് നമ്മൾ ഗംഭീരമായി തിരഞ്ഞെടുക്കണ്ടേ? തീർച്ചയായിട്ടും പുരുഷ കേസരി ആവാനും മലയാളി മംഗയാവാനും ഇതാ അക്കാഫിന്റെ ഈ വേദി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തതായി ഇവിടെ അരങ്ങിൽ നടക്കാൻ പോകുന്നത് പുരുഷ കേരി തെറ്റാണ് കേട്ടോ, മൊത്തം ഉറക്കച്ചടപ്പാണ്. പുരുഷ കേസരി മത്സരമാണ്. അപ്പോൾ അതിന്റെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ഇന്നിവിടെ അക്കാഫിന്റെ പൊന്നോണ കാഴ്ചയിൽ പുരുഷ കേസരി മത്സരത്തിന് വിധികർത്താക്കളായി എത്തിയിട്ടുള്ള 3 ആളുകളെ പരിചയപ്പെടുത്താം. ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രീ എൽവിസ് ചുമാർ. ഗൾഫ് മേഖലയിലെ മുതിർന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനും ജയ് ഹിന്ദ് ടെലിവിഷൻ ചാനലിന്റെ മിഡിൽ ഈസ്റ്റിന്റെ എഡിറ്റോറിയൽ മേധാവിയുമാണ് ശ്രീ എൽവിസ് ചുമാർ. 2021 വർഷത്തെ ആദ്യകാലങ്ങളിൽ തന്നെ UAE ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങളിൽ വെച്ച് ആദ്യമായി UAE ഗവൺമെന്റ് 10 വർഷത്തെ ഗോൾഡൻ വിസ നൽകി ആദരിച്ച ജേർണലിസ്റ്റ്. ഒരേ ചാനലിൽ 15 വർഷക്കാലം തുടർച്ചയായി 777 ടെലിവിഷൻ ഷോകൾ പൂർത്തിയാക്കി ടെലിവിഷൻ ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്ത ആദ്യത്തെ ഇന്ത്യൻ ടെലിവിഷൻ ജേർണലിസ്റ്റ്. ഒരു വിദേശ രാജ്യത്ത് നിന്നും സ്വന്തം മാതൃഭാഷയിൽ 15 വർഷക്കാലം ടെലിവിഷൻ ഷോ ചെയ്ത ലോകത്തെ ഒരേ ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ. ദുബായ്, അബുദാബി, ഷാർജ ഈ ഗവൺമെന്റുകൾ ഉൾപ്പെടെ നിരവധി രാജ്യാന്തര അറബ് പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിത്വം. UAE ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ 20 വർഷം പൂർത്തിയാക്കിയ ഔദ്യോഗിക കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ മുൻ പ്രസിഡന്റ്, കേരളത്തിലെ മാധ്യമ പ്രവർത്തക കൂട്ടായ്മയായ കേരള പത്രപ്രവർത്തക യൂണിയൻ മിഡിൽ ഈസ്റ്റ് കമ്മിറ്റിയുടെ സ്ഥാപകൻ, പ്രഥമ ജനറൽ സെക്രട്ടറി, മലയാള മനോരമ ഉൾപ്പെടെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളിലായി ദുബായിലും ഇന്ത്യയിലുമായി ജോലി ചെയ്ത അനുഭവ സമ്പത്ത്, തത്സമയ ചോദ്യങ്ങളിലൂടെ രാഷ്ട്രീയ, സിനിമ, വ്യവസായ രംഗങ്ങളിലെ പ്രമുഖരെ എന്നും ചോദ്യമുനയിൽ നിർത്തുന്ന ഗൾഫിലെ മികച്ച ലൈവ് ജേർണലിസ്റ്റ്, സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ കണ്ട ജനപ്രീതി നേടിയ വാർത്താ വീഡിയോകൾക്ക് പിന്നിലെ യഥാർത്ഥ വാർത്താമുഖം. സ്വാഗതം ചെയ്യാം നമ്മുടെ ജഡ്ജിനെ, ശ്രീ എൽദോസ്. അടുത്തതായി ശ്രീമതി ബിന്ദു സജീവ്. നമുക്കൊക്കെ സുപരിചിതയാണ്. Bindu Sajeev is an accomplished model and actress who has started her entry into the world of fashion and showbiz on winning several beauty pageant contests in India and Dubai. She was crowned Mrs. India Culture for GCC, Mrs. Malayali Moms Middle East, Mrs. Malayali Manka runner-up, Mrs. Ethnic Face of the Year, all in one calendar year. She has been the face of many advertisements for the clients like Pankaj Kasturi, DIFC, GMC Automobiles, Kalyan Jewelers, Bima Jewelry and the popular
മണപ്പുറം വിത്ത് ആർ സ്വന്തം ലാലേട്ടൻ. ഒപ്പം ഷി ഹസ് ഡൺ ലോട്ട് ഓഫ് മൂവീസ്, ഔട്ട് ഓഫ് വിച്ച് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ മെഴുകുതിരി അത്താഴങ്ങൾ, 21-ാം നൂറ്റാണ്ട്, മിയോ എന്നുള്ള മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ഹർ ടു ബി പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ ഇവന്റ്. പുരുഷകേസരിയിൽ വിധികർത്താവായി എത്തുന്ന മൂന്നാമത്തെ ജഡ്ജ് ശ്രീമതി ഐശ്വര്യ പ്രിൻസ്, ന്യൂസ് ചാനൽ ബ്യൂറോ ഹെഡ്, റിപ്പോർട്ടർ ചാനൽ and news and program presenter RJ and VJ, and Kerala University Youth Festival winner for dance competitions. അപ്പോൾ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത നമ്മുടെ പുരുഷ കേസരിമാരെ. നല്ല കയ്യടി ഉടനീളം കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു എനർജി ഉണ്ടാകും. ബിക്കോസ് നമ്മളിപ്പോൾ പലപ്പോഴും അവിടെ ഇരിക്കുന്നതിനെക്കാട്ടിലും ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കം ഹിയർ. നിങ്ങളുടെ മുന്നിൽ ആ ചുവട് വെക്കുന്ന ആ മിനിറ്റ്സിന് വേണ്ടിയിട്ട് അവരെന്തോരം ഉറക്കളച്ചിട്ടുണ്ടാവും. സോ ലെറ്റ്സ് put our hands together. അക്കാഫ് പൊന്നോണക്കാഴ്ച 2023 പുരുഷകേസരി മത്സരം ആരംഭിക്കുന്നു. ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഈ പുരുഷകേസരിമാരെ. Judge number 401. Judges, please note chess number 401. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ISRO ചെയർമാൻ S. സോമനാഥൻ സാറിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തുടങ്ങട്ടെ. അദ്ദേഹത്തോട് ചോദിച്ചു അടുത്ത ജന്മത്തിൽ ആരായി ജനിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു ഭാരതീയനായി തന്നെ ജനിക്കണം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും ഒരു മലയാളിയായ ഭാരതീയനായി ജനിക്കണമെന്ന്. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു തൃശ്ശൂരുകാരനായ മലയാളിയായ ഭാരതീയനായി ജനിക്കണേ എന്നാണ്. ആദ്യം തന്നെ ഓണാശംസകൾ. ഞാൻ തേജസ് ഹരി, വരുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന്. 10ാം ക്ലാസ് വരെ പഠിച്ചതെല്ലാം സൗദി അറേബ്യയിലാണ്. +1 മുതൽ ഡിഗ്രി വരെ കേരളത്തിൽ നിന്ന് ചെയ്ത് 4 കൊല്ലം യൂറോപ്പിൽ പഠിച്ച് ഇപ്പോൾ ദുബായിൽ വസിക്കുന്നു. നന്ദി. ഐശ്വര്യ മാം. നമസ്കാരം തേജസ്. നമസ്കാരം മാം. സാധാരണയായി ആൺകുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ പറയും ആൺകുട്ടിയാണ്, കരയാൻ പാടില്ല എന്ന് പൊതുവെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തേജസിൻ്റെ അഭിപ്രായത്തിൽ ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് കരയാമോ? ചോദ്യത്തിന് നന്ദി മാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ പോലെ തന്നെ ഒരു വികാരവും വിചാരവുമുള്ള ഒരു ജീവി തന്നെയാണ്. ഞങ്ങൾക്കും ദേഷ്യം വരും, ഞങ്ങൾക്കും വികാരങ്ങളായ വിഷാദം, ശൃംഗാരം, എല്ലാ നവരസങ്ങളും വരുന്ന ആൾക്കാരാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു അത് യാഥാസ്ഥികമായിട്ടുള്ള നമ്മുടെ ഒരു ചിന്താഗതിയാണ് പുരുഷന്മാർ കരയാൻ പാടില്ല എന്നുള്ളത്. ഞാൻ കരയുന്ന ഒരാളാണ്, പക്ഷെ നമ്മൾ എവിടെ കരയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നോക്കേണ്ടതാണ്. നമ്മൾ കരയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും കരയാൻ പാടില്ല. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മോദിജി, പ്രൈം മിനിസ്റ്റർ മോദി, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേദിയിൽ വെച്ച് അദ്ദേഹം അറിയാണ്ട് കരഞ്ഞുപോയി എന്ന് വെച്ച് അദ്ദേഹം ഒരു ആണല്ലാതായില്ല. അതുപോലെ നമ്മുടെ മുൻ ISRO ചെയർമാനായ ശിവൻ സർ, അദ്ദേഹം ചന്ദ്രയാൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹവും ചെറുതായിട്ട് വിങ്ങി എന്ന് വെച്ച് അദ്ദേഹം ഒരാണല്ലാതാവുന്നില്ല. ഞങ്ങളും പുരുഷന്മാരും വികാരങ്ങളുള്ള മനുഷ്യന്മാർ തന്നെയാണ്.
This is chess number 401 on the stage. Up next on the stage is chess number 402. Judges note 402. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട ജഡ്ജസിനും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് നിസാർ. പൂരത്തിൻ്റെ സ്വന്തം നാടായ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് എൻ്റെ സ്വദേശം. സിനിമയും അഭിനയവും അതുപോലെ തന്നെ സംഗീതവും നൃത്തവും എല്ലാമായിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾ. ഇപ്പോൾ 10 വർഷമായി UAE ഒരു എക്സ്ചേഞ്ച് ഹൗസിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യയും ഒരു മകളുമുണ്ട്. താങ്ക് യു. ബിന്ദു സജീവ്. നമസ്കാരം. കണ്ടസ്റ്റന്റ് നമ്പർ 402. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ഒരു നിമിഷത്തേക്ക് കായംകുളം കൊച്ചുണ്ണിയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആദ്യം മോഷ്ടിക്കുന്നത് എന്തായിരിക്കും, എന്തുകൊണ്ട്? ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആദ്യം മോഷ്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ കോമ്പറ്റീഷൻസിലും ഞങ്ങളെ കോളേജ് ഫസ്റ്റ് അടിക്കുക എന്നുള്ളതായിരിക്കും. Anything else? വേറെ മോഷ്ടിക്കലാണ്. അത് മോഷ്ടിക്കൽ നമ്മളൊരു കോമ്പറ്റീഷൻ നടക്കുമ്പം അതിൽ കറക്റ്റായിട്ടുള്ള വിന്നറാണ് വേണ്ടത്. അത് മോഷ്ടിച്ചുകൊണ്ട് പോണതിൽ അർത്ഥമുണ്ടോ? ശരി. മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി ഞാൻ ഹാപ്പിയല്ല. എൻ്റെ ഒരു പാഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ ജോലി ഹാപ്പിയിലല്ല. അപ്പം ഞാൻ ഫസ്റ്റ് മോഷ്ടിച്ചെടുക്കുക മമ്മൂക്കാടെ ഒരു ആക്ടിങ് സ്കില്ലായിരിക്കും. ഓക്കെ, താങ്ക് യു. പുരുഷ കേസരി മത്സരത്തിൽ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 403. Judges please note chess number 403. Namaskaram, respected judges and fellow alumni. ഞാൻ ജെ ജലാൽ, കശുവണ്ടിയുടെയും മീനിൻ്റെയും ജഡായി പാർക്കിൻ്റെയും നമ്മുടെ സ്വന്തം
കൊല്ലമാണ് എൻ്റെ നാട്. ആസ് എ മാൻ ഐ ബിലീവ് there are three things to support. Number one, helping others, good friendship, and trustworthy. To the younger generation, thank you. ഐശ്വര്യ പ്രിൻസ്. നമസ്കാരം ശ്രീ ജലാൽ. നമസ്കാരം. വർഷങ്ങളായി യു എയിൽ താമസിക്കുന്ന ഒരാളാണ് താങ്കൾ. ഇന്ന് യു എ എന്ന ഈ ഒരു സ്ഥലം, അല്ലെങ്കിൽ ദുബായ് എന്ന് പറയുന്ന ഒരു ഡ്രീം ലാൻഡിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി വരുന്ന യുവാക്കളുണ്ട്. അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? യു എ മാതിരിയുള്ള രാജ്യത്ത് വരുമ്പോൾ നമ്മൾ ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് വരാറ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, there are no shortcuts. നേർമയുടെയും അതിനോടൊപ്പം തന്നെ ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ പ്രയത്നിച്ചാൽ പടിപടിയായിട്ട് നിങ്ങൾക്കൊരു നിലയിലെത്താനും അതിനോടൊപ്പം കുടുംബപരമായിട്ടും സേഫായിട്ടും സന്തോഷപരമായിട്ടും ജീവിക്കാനുള്ള ഒരു നാടാണ് ദുബായ്. അത് വർഷങ്ങൾ കൊണ്ട് ഓരോ തലത്തിലെത്താൻ പ്രയത്നിക്കുക, നേർമയുണ്ടാവുക, അതാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം. പുരുഷ കേസരി മത്സരത്തിൽ അടുത്തതായി ഓൺ സ്റ്റേജ് ചെസ് നമ്പർ 404. ജഡ്ജസ് നോട്ട് 404. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ്. സ്വദേശം തിരുവനന്തപുരം. ഒരു വ്യാഴവട്ടക്കാലമായി ദുബായിൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്തു വരികയാണ്. കൂടാതെ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ കാറ്റഗറീസിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് യാത്രാ വിവരണങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാത്തിനും ഉപരിയായി അഭിനയമാണ് പ്രധാന അഭിനിവേശം. അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ അറ്റംപ്റ്റ്സ്, ഷോർട്ട് ഫിലിംസും വീഡിയോ ആൽബംസും ഒക്കെ ഐശ്വര്യ പ്രിൻസ് മാം. നമസ്കാരം ആരിഫ്. ആരിഫ് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട്. അതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമുണ്ട്. എന്നാൽ ഇത് കുറച്ചിപ്പോൾ ഒന്ന് ഓവർ അല്ലേ എന്നുള്ളൊരു സംശയം പലർക്കും തോന്നുന്നുണ്ട്. എന്താണ് ആരിഫിൻ്റെ അഭിപ്രായം? താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ മാം. ഇന്നത്തെ കാലത്ത് ഇന്ന് ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് ഈ സമൂഹ മാധ്യമത്തിൻ്റെ ഉപയോഗത്തിലൂടെയാണ്.
പണമുള്ളവന് അരമണിക്കൂർ കൊണ്ട് ഇവിടുന്ന് എവിടെ വേണമെങ്കിലും ഫ്ലൈറ്റിലോ ഒക്കെ എത്തിച്ചേരാം അല്ലേ. പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരു സെക്കൻഡ് പോലും എടുക്കാതെ ലോകത്ത് എവിടെയും യാത്ര ചെയ്യാൻ പറ്റുന്നത്, ലോകത്തുള്ള എല്ലാത്തരം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നത്, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ സമൂഹ മാധ്യമം ഉള്ളതുകൊണ്ടാണ്. ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അത് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം ഇന്ന് ലോകത്ത് നടക്കുന്നത്, ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വല്ലാത്ത രീതിയിൽ നടക്കുന്നത് ഈ സമൂഹ മാധ്യമത്തിൻ്റെ നല്ല രീതിയിലുള്ള ഉപയോഗം കൊണ്ടാണ്. താങ്ക് യു. താങ്ക് യു മാം. അക്കാഫ് പൊന്നോണക്കാഴ്ച 2023 പുരുഷ കേസരി മത്സരത്തിൽ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 405. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 405. നമസ്കാരം, ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒപ്പം ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകളും നേരുന്നു. ഞാൻ ബിജി വിജയ്, കൊല്ലം ജില്ലയിൽ പാവുമ്പയിൽ നിന്നും വരുന്നു. ഇവിടെ കുടുംബത്തോടൊപ്പം ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് വർക്ക് ചെയ്യുന്നു. ജോലി കഴിഞ്ഞുള്ള സമയം നമ്മളിവിടെ കൂട്ടിയിണക്കിയിരിക്കുന്ന കലയുമായി ബന്ധപ്പെട്ട് സംഗീതത്തോടാണ് എനിക്ക് താല്പര്യം. കർണാടക സംഗീതം പഠിക്കുന്നു. നല്ലൊരു ഗായകനാകാനാണ് ആഗ്രഹം. മിസ്റ്റർ എൽവിസ് ചുമർ സാർ, ഈ അടുത്തിടെ ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അതായത് വനിതാ സംവരണ ബിൽ. ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പുരുഷ കേസരിയിൽ പങ്കെടുക്കുന്ന താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിൽ 33% വനിതകൾക്കായി സംവരണം ഇനി വരാൻ പോകുന്ന ലോകസഭകളിലും നിയമസഭകളിലെല്ലാം തന്നെ നമ്മുടെ സഹോദരിമാർക്ക് 33% ഇന്ത്യ ഗവൺമെൻറ് ഭരണഘടനാ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ഈ ഒരു മാറ്റത്തെ ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങളെ വിലയിരുത്തുന്നു? പണ്ട് സ്ത്രീ എന്നത് ധാരാളം ബലഹീനതകളുള്ള ഒരു വ്യക്തിയാണെന്നും കുടുംബത്തിൻ്റെ എല്ലാ ജോലിഭാരവും വൃത്തിയാക്കലും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും സ്ത്രീകൾക്ക് മാത്രമാണെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മളിലുണ്ടായി. സമൂഹം അത് ചാർത്തി തന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സ്ത്രീ സാറ് പറഞ്ഞ പോലെ 33% സംവരണം ഇല്ലെങ്കിൽ പോലും സ്ത്രീ ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകൾക്ക് നമ്മളോടുള്ള പുരുഷനോടുള്ള ആ ഒരു ബഹുമാനം നമുക്ക് തിരിച്ചു തരുന്നത് സ്ത്രീകൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം പോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പാർലമെൻറ്റിലുള്ള ഈ 33% സംവരണം ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ആയാലും നമ്മളുടെ മേലധികാരികളൊക്കെ സ്ത്രീകൾ ആയി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പണ്ടുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും മാറണമെന്ന് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അമ്മയായും സഹോദരിയായും ഭാര്യയായും ഈവൻ പല ജോലികളും ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവരെല്ലാവരും അർഹിക്കുന്ന ഒരു ബഹുമാനം നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ
യാതൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവില്ല. നമ്മളോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീ ആയിപ്പോയി എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ആണുങ്ങളാണ്, നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്, ഞാനൊരു സ്ത്രീ ആയിപ്പോയി, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫ്രീഡം ഇല്ല എന്ന് പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നു മുതലാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു കാഴ്ചപ്പാടുണ്ടായത്. സ്ത്രീകൾക്ക് സ്ത്രീകൾ അർഹിക്കുന്ന ബഹുമാനം, അവരേത് മേഖലയിലായാലും സ്ത്രീ അർഹിക്കുന്ന ഒരു ബഹുമാനമുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓഫീസിലെ ചിലപ്പം ഓഫീസ് ലേഡി, ഓഫീസ് ഗേൾ, പലപ്പോഴും അവർ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അവരുടെ ഉള്ളിലും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയുണ്ട്. അവരൊക്കെ വലിയ ആൾക്കാർ, പക്ഷേ അതൊരിക്കലും അവർക്കുണ്ടാകാൻ പാടില്ല. അവരെ ഒരു ഹായ് പറയുകയോ ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഇത് നമ്മൾ ചോദിച്ചാൽ അവരുടെ ദിവസം, വി മേക്ക് ഹെർ ഡേ. ഇതേപോലെ നമ്മളെല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് തുല്യമായിട്ട് അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതേപോലെ പിടിച്ചു പറിച്ച് നമുക്ക് സംവരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല. എല്ലാ സ്ത്രീകൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. തിരുവോണ ആശംസകൾ. താങ്ക് യു. പുരുഷ കേസരി മത്സരത്തിൽ അടുത്ത ചെസ് നമ്പർ 406. Judges note, chess number 406 is on the stage. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്തോഷ് നായർ, കൊല്ലം ജില്ലയിലാണ് എൻ്റെ സ്വദേശം. 32 വർഷമായി പ്രവാസിയാണ്. അമ്മ, ഭാര്യ, 2 ആൺമക്കൾ, ഇതാണ് എൻ്റെ കുടുംബം. ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ലിവ് യുവർ ലൈഫ് ഫിയർലെസ്ലി, ഭയം കൂടാതെ ജീവിക്കുക. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഔട്ട്ലുക്ക് ഇൻ ലൈഫ്. കഴിയുന്നത്ര അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. നന്ദി. ശ്രീമതി ബിന്ദു സജീവ്. നമസ്കാരം. കണ്ടസ്റ്റന്റ് നമ്പർ 406. നമസ്കാരം മാഡം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇനി ഒരു ജന്മം കൂടി ആണായി ജനിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം എന്താണ്? എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി ഒരു ജന്മം കൂടി ആണായി ജനിക്കുവാനുള്ള നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? യെസ് ഓർ നോ, വാട്ട് എവർ, അതിൻ്റെ റീസണും പറയാം. ആണായി ജനിക്കാൻ ആണ് എനിക്ക് താല്പര്യം എന്ന അർത്ഥത്തിലാണോ മറുപടി പറയേണ്ടത്? കാരണം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഒരു സ്ത്രീയായി ജനിക്കാനാണ്. ഈ ജന്മം പുരുഷനായി ജനിച്ചു. സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സ്ത്രീയായിട്ട് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്ത്രീകളുടെ വികാരങ്ങളും വിചാരങ്ങളും ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അത് മാത്രമേ മാർഗമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
തനിഷ് QAE അക്കാഫ് പൊന്നോണക്കാഴ്ച 2023 പുരുഷ കേസരി മത്സരം. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 407 on the stage. Judges, please note chess number 407. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. ഞാൻ കോട്ടയം ജില്ലയിലെ ചാനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഷാർജയിൽ എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചുമൊത്ത് ചെറിയ കുടുംബമാണ് ഞങ്ങളുടെ. എനിക്ക് വിമാനങ്ങളോടുള്ള താല്പര്യം കാരണം ഞാൻ അതിൽ തന്നെ വിദ്യാഭ്യാസം നേടുകയും ഇപ്പം നമ്മുടെ ദുബായ് എയർപോർട്ടിൽ റോയൽ ജോർദാൻ എയർലൈൻസിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. മലയാളിയാണ് എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഒരു മലയാളിയെ ഡ്രസ്സ് അണിഞ്ഞ് നിൽക്കാൻ പറ്റിയതിന് അക്കാഫിനോട് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹായ് ബിന്ദു സജീവ്. നമസ്കാരം. നമസ്കാരം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ട്രോളന്മാരെ കുറിച്ച് താങ്കളുടെ വീക്ഷണം. അതായത് കല്യാണം കഴിച്ചതാണോ? അതെ അതെ. താങ്കളുടെ ഭാര്യയെ ആരെങ്കിലും ട്രോളിയാൽ താങ്കൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും? ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ തന്നെ ഇന്ന് ഈ വേദിയിൽ ഇപ്പോൾ എൻ്റെ ഭാര്യ ഇന്നിവിടെ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. സോ ഇപ്പം ഞാനിപ്പോൾ ഓഡിയൻസിൽ നിൽക്കുവാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരോ ഇപ്പോൾ അവളെ ട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് ആ സെൻസിൽ തന്നെ എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ആ ഒരു മൂഡിൽ ആ ഒരു ഇതിൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ അവരതൊരു നെഗറ്റീവായിട്ടാണോ ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് എതിര് പറയുന്നതോ അല്ലെങ്കിൽ അതിന് എതിരെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ അവർ പുറത്ത് വിടുന്നതിന് നമുക്ക് അതിനകത്ത് as personal, my opinion, I have no issues with that. Thank you. തനിഷ് QAE അക്കാഫ് പൊന്നോണക്കാഴ്ച 2023 പുരുഷ കേസരി മത്സരത്തിൽ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 408. Judges, please note chess number 408 on the stage. നമസ്കാരം, എൻ്റെ പേര് സജിത്ത്. ഞാൻ രുചികളം നാടായ കോഴിക്കോട് സ്വദേശിയാണ്. പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ്, മോഡലാണ്, ഡിസൈനറാണ്. മെയിൻലി പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൗന്ദര്യത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെ പുതിയ പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാം, സ്റ്റൈൽ എങ്ങനെ മാറ്റാം, ഇതാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും കൺസൾട്ട് ചെയ്യുന്നതും. താങ്ക് യു. Elvis Chuma.
സജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സജിത്ത് നേരത്തെ പറഞ്ഞു ഇവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഫാഷൻ കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടല്ല ചോദിക്കുന്നത്. സജിത്തിനെ ഞങ്ങൾ ഈ പുരുഷ കേസരിയിലെ ഒരു മികച്ച പുരുഷനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സജിത്ത് തൻ്റെ നാട്ടിൽ ചെന്ന് വലിയൊരു സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. ആ സ്വീകരണ വേദിയിൽ ഒരു പുരുഷൻ്റെ യോഗ്യത, ഒരു പുരുഷൻ്റെ ക്വാളിറ്റി സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ പറയുക? ഇത് ഞങ്ങൾ മോഡലിംഗ് രംഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സെയിം സാധനം. കാരണം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഹൈറ്റോ അല്ലെങ്കിൽ മുഖത്തുള്ള സൗന്ദര്യമല്ല, അതിൽ നമുക്ക് വേണ്ട കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനും പിന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തല മുതൽ കാല് വരെയാണ്, വെറും ഡ്രസ്സിലല്ല. ആ കൺസെപ്റ്റ് മാറ്റി കൊടുക്കാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഈസി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോഡലിംഗ് കമ്പനീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ ഹൈറ്റ്, തടി, സ്റ്റൈല്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള കൺസിഡറേഷൻ കൂട്ടാതെ മാക്സിമം ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ കിട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാൻ അതായിരിക്കും കൂടുതൽ കൺവേ ചെയ്യാനായിരിക്കും, സോഷ്യൽ മീഡിയ ആയാലും ഡയറക്റ്റ് ആയാലും. താങ്ക് യു. പുരുഷ കേസരി മത്സരത്തിൽ അടുത്ത പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 409. Judges, please note chess number 409. വന്ദേ പദ്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം ഭാഗ്യദാം. വന്ദേ പദ്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം ഭാഗ്യദാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് താരാനാഥ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. പ്രൊഫഷണലി ഞാനൊരു എൻജിനീയറാണ്. ദുബായ് എയർപോർട്ടിൽ എമിറേറ്റ്സ് എയർലൈനിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊഫഷണലിന് പുറമെ ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ മോഡലിങ്ങിലാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. സിനിമയാണ് ലക്ഷ്യം, സിനിമയാണ് മോഹം, സിനിമയാണ് ആഗ്രഹം. മിസ് ബിന്ദു സജീവ്. നമസ്കാരം. നമസ്കാരം. ലോക നേതാക്കളുമായി ഒരു സാമൂഹിക വിഷയം, സോഷ്യൽ ഇഷ്യൂ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഒരവസരം ലഭിച്ചാൽ അത് എന്ത് വിഷയമായിരിക്കും, എന്തിനെ പറ്റിയായിരിക്കും? അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈക്വാലിറ്റിയെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുക. അതായത് പുരുഷ സ്ത്രീ ഈക്വാലിറ്റി, അതായത് സമൂഹത്തിൽ അവർക്ക് ഒരേ പൊസിഷനാണ്, ഒരേ ഒരു രീതിയിലാണ് അവരെയും കാണേണ്ടതെന്ന്, ഈക്വലായിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ഞാൻ സംസാരിക്കുക, ഉന്നയിക്കുക. താങ്ക് യു. ഹസ്താ
പുരുഷ കേസരി മത്സരത്തിൽ അടുത്ത പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 410. Judges, please note chess number 410. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. എൻ്റെ വാക്കുകളല്ല, APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണ്. അങ്ങനെ സ്വപ്നം കണ്ട് ദുബായിലെത്തിയ ഒരു തൃശ്ശൂർക്കാരൻ. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ് ചന്ദ്രൻ. കഴിഞ്ഞ 16 വർഷങ്ങളായി ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്, സൗഹൃദങ്ങൾ അതിലേറെ. നന്ദി, നമസ്കാരം. മിസ്റ്റർ എൽവിസ് ചുമർ. ഗുഡ് മോർണിംഗ് പ്രജിത്ത്. നമസ്കാരം. പ്രജിത്ത് ഇവിടെ 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 പ്രജിത്ത്, ഒരു ദിവസം 2 സിനിമകൾ റിലീസ് ചെയ്യാണ്. താങ്കൾ സൗഹൃദത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. 2 സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഒരു സിനിമ, ഒരു നായകൻ്റെ സിനിമ ഫോക്കസ് ചെയ്യുന്നത് ജീവിത മൂല്യങ്ങളാണ്, ദ വാല്യൂസ്. മറ്റൊരു സിനിമയിലെ നായകൻ ഫോക്കസ് ചെയ്യുന്നത് ലഹരിയാണ്, ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ലഹരിയാണ്. താങ്കളും ഭാര്യയും കൂടി സിനിമ കാണാൻ തീരുമാനിച്ചു. അതേസമയം മക്കളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് കാറ്റഗറി ബിയിലുള്ള ലഹരിയോട് താല്പര്യമുള്ള സിനിമയിലെ നായകൻ്റെ സിനിമ കാണാൻ ആഗ്രഹമെന്ന് പറയുമ്പോൾ താങ്കൾ എന്ത് ഉപദേശമാണ്, എങ്ങനെയാണ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക? ഇതിലെ സുഹൃത്തിൻ്റെ സിനിമ ഏതാണെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് സിനിമയാണോ? ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ജീവിത മൂല്യങ്ങളുള്ള സിനിമ, ഒരു നായകൻ ആരായിക്കോട്ടെ, പേര് പറയുന്നില്ല. സിനിമ ബി എന്ന് പറയുന്നത് ലഹരിയെ ഫോക്കസ് ചെയ്തുള്ള സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ മക്കളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് റിപ്ലൈ ആണ് മക്കൾ പറയുന്നത്, അയ്യോ ഞങ്ങൾക്ക് ബി കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉപദേശിക്കുക? വീട്ടിൽ ഓൾറെഡി നമ്മൾ മൂല്യാധിഷ്ഠിതമായിട്ടാണ് മക്കളെ വളർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരങ്ങനെ പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യത്തെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സിനിമയ്ക്ക് തന്നെ കൊണ്ടുപോകുള്ളൂ. അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. Judges, please note പുരുഷ കേസരി മത്സരത്തിൽ അടുത്ത ചെസ് നമ്പർ 411. വന്ദേ പദ്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം ഭാഗ്യദാ പദ്മകരാം പ്രസന്നവദനാ പ്രസന്നവദനാ ഭാഗ്യദാ എല്ലാവർക്കും നമസ്കാരം. സമത്വസുന്ദരമായ ഒരു പൊൻപുലരിയെ സ്വപ്നം കണ്ട്
ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ്. എൻ്റെ പേര് പ്രിൻസ് കുഞ്ഞുകുഞ്ഞെന്നാണ്. സ്വദേശം കലയുടെ ഈറ്റില്ലമായ കൊട്ടാരക്കരയിൽ നിന്നുമാണ്. പ്രവാസ ജീവിതം 2 പതിറ്റാണ്ടോളം പൂർത്തീകരിക്കുന്നു. കുടുംബം കൂടെയുണ്ട്. ധനകാര്യ മേഖലകളിൽ തൊഴിലെടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലും പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കുന്നു. എൻ്റെ പേരുള്ള ജഡ്ജി തന്നെയാണ് ശ്രീമതി ഐശ്വര്യ പ്രിൻസ്. നമസ്കാരം പ്രിൻസ്. ഇവിടെ സ്ട്രേറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ എൽവിസ് ചോദിച്ചതുപോലെ സ്ത്രീ സംവരണ ബില്ലൊക്കെ വന്നിരിക്കുന്ന ഒരു കാലമാണ്. എല്ലായിടത്തും സ്ത്രീകൾക്ക് ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട്. എന്നാൽ സ്ത്രീ അബല അല്ല എന്നും പറയുന്നുണ്ട്. പ്രിൻസിൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ രാഷ്ട്രം പോലും നാരി ശക്തിയിൽ അധിഷ്ഠിതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 1/3 സംവരണം പാർലമെൻറ്റ് 2 സഭകളും പാസ്സാക്കിയുണ്ടായി. കാരണം നമുക്ക് ജനസംഖ്യയുടെ ഒരു പകുതിയിലേറെ വരുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു വികസനവും ഒരു പുരോഗതിയും രാഷ്ട്രത്തിന് സാധ്യമല്ല. സ്ത്രീകൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ചരിത്രത്തിൽ അവരുടേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ സുഷമ സ്വരാജ് പോലെയുള്ള ഒരുപാട് പേര് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഒരുപാട് മേഖലകളിൽ സ്ത്രീ സാന്നിധ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്, കാലഘട്ടത്തിൻ്റെ മാറ്റൊലിയാണ്. താങ്ക് യു. തനീഷ് QAE അക്കാഫ് പൊന്നോണ കാഴ്ച 2023 പുരുഷ കേസരി മത്സരത്തിലെ അവസാന പാർട്ടിസിപ്പന്റ് ചെസ് നമ്പർ 412. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 412 ഓൺ ദ സ്റ്റേജ്. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ഡേവിസ് ആൻറ്റോ. സ്വദേശം തൃശ്ശൂരാണ്, പക്ഷേ ഞാൻ പഠിച്ചു വളർന്നതെല്ലാം ദുബായിലാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ ഐ മീൻ ടു ബയോ ഹാക്കിംഗ്. അപ്പോൾ നമ്മുടെ ഏൻഷ്യൻ വിസ്ഡംസ് ആൻഡ് ലൈഫ് സയൻസ് വെച്ച് ഐ ട്രൈ ടു ഇംപ്രൂവ് മൈ ബോഡി ആൻഡ് മൈൻഡ്. താങ്ക് യു അക്ക ഫോർ അറേഞ്ചിങ് ദിസ് വണ്ടർഫുൾ ഇവൻറ്റ് ആൻഡ് ഹാവ് എ ഗുഡ് ടൈം എവറി വൺ. Yeah, the lucky judge, Miss Aishwarya Prince.
നമസ്കാരം ഡേവിസ്. നമസ്കാരം. ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും വളരെ കോൺഷ്യസ് ആണ്, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്, വളരെ ഫിറ്റ്നസ് ഫ്രീക്സ് ആണ് എല്ലാവരും. പക്ഷേ എപ്പോഴും സമൂഹത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിൽ സാധാരണയായി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അതായത് പുരുഷൻ ചെയ്താൽ നല്ലത് സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഓവറായി പോകുന്നു അല്ലെങ്കിൽ മോശമായി പോകുന്നു എന്ന് പൊതുവേ കമൻസ് ഉണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും കാണുന്നത് സ്ത്രീകൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള കമൻസ് വരുന്നത്. എന്താണ് ഡേവിസിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? I don't agree with them. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഞാനും എൻ്റെ വൈഫ് വി ഗോ ഫോർ എക്സസൈസ് എവറി ഡേ ആൻഡ് ദ മോർ എക്സസൈസ് യു ഡു ദ മോർ യു ക്യാൻ ഹാവ് എ ബെറ്റർ ലൈഫ്. അപ്പോൾ ഐ ഓൾവേസ് എൻകറേജ് എല്ലാവരും ഈക്വലി പോകണം. ഇഫ് യു ക്യാൻ സ്പെൻഡ് മോർ ടൈം ദ ബെറ്റർ. ലൈഫിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ദീസ് തിങ്സ് സോ ദാറ്റ് യു ക്യാൻ സ്റ്റേ യങ് ആൻഡ് ഫിറ്റ് ഫോർ എവർ. ആൻഡ് ഈവൻ മൈ കിഡ്സ്, ഐ ടെൽ മൈ ഡോട്ടർ, പുള്ളി കുറച്ച് മടിയാണ്, പക്ഷേ ഐ പുഷ് ഹർ ഫോർ all these different activities. That's all. Yeah. Thank you. ഒന്നാം ഭാഗം ഇതാ ഇവിടെ അവസാനിച്ചു. ഇതാ എല്ലാ മത്സരാർത്ഥികളും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് നിറഞ്ഞ കയ്യോടിയോടുകൂടെ അവരെ സ്വാഗതം ചെയ്യാം അക്കാഫ് പൊന്നോണക്കാഴ്ച 2023ലേക്ക്. പത്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം ഭാഗ്യദാം വന്ദേ പത്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം हस्ता
പത്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം ഭാഗ്യദാം വന്ദേ പത്മകരാം പ്രസന്നവദനാം പ്രസന്നവദനാം ഭാഗ്യദാം. That was amazing അല്ലേ? നല്ലൊരു കൈയടി കൊടുക്കാം.